ശിവായ. ഇനി നമുക്ക് ഖരന്റെ കഥയിലേക്ക് കടക്കാം. നമ്മൾ മഹാദേവന്റെ ആനന്ദ നൃത്തത്തെപ്പറ്റിയും ചിദംബരം എന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തിന്റെ പ്രത്യേകതകളെയും മനസ്സിലാക്കി. കൂടാതെ എന്തുകൊണ്ടാണ് വ്യാഘ്രപാദ മഹർഷി ഖരനോട് ചിദംബരത്തേക്ക് പോകാൻ പറഞ്ഞതെന്ന് കൂടി അറിഞ്ഞു. വ്യാഘ്രപാദ മഹർഷിക്ക് അറിയാമായിരുന്നു ഖരന്റെ ആസുര സ്വഭാവം കഴുകിക്കളയാൻ ചിദംബരത്തേക്ക് പോകേണ്ടത് ആവശ്യമാണ് എന്ന്. അങ്ങനെ ഖരൻ തന്റെ ആത്മീയ യാത്രയുടെ ഏറ്റവും കഠിനമായ ഘട്ടം ആരംഭിച്ചു. തന്റെ അസുരജന്മത്തിലെ സകല പാപങ്ങളും കഴുകിക്കളയാൻ ഖരൻ തീരുമാനിച്ചു. അദ്ദേഹം ചിദംബരത്തെ ക്ഷേത്രത്തിന് സമീപം ഒരിടത്ത് ഇരുന്നു തപസ് ചെയ്യാൻ തുടങ്ങി. ആ തപസ് വർഷങ്ങളോളം നീണ്ടുനിന്നു. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ അദ്ദേഹം ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് തപസ് ചെയ്തു. പിന്നീട് ജലം മാത്രം കുടിച്ചു തപസ് തുടർന്നു. ഒടുവിൽ വായു മാത്രം ആശ്രയിച്ച് ധ്യാനത്തിലേർപ്പെട്ടു. 4 ഭാഗത്തും അഗ്നി കൂട്ടി അതിന്റെ നടുവിൽ നിന്ന് അദ്ദേഹം മഹാദേവനെ ധ്യാനിച്ചു. ഖരന്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന നമഃശിവായ മന്ത്രം പ്രപഞ്ചം മുഴുവൻ മുഴങ്ങി. അസുരനായ ഖരന്റെ ശിവഭക്തി കണ്ട് ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടു. ഒടുവിൽ ഖരന്റെ തപസ്സിൽ സംപ്രീതനായി ഭഗവാൻ പരമശിവൻ പാർവതീ സമേതനായി പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ജടയിൽ നിന്ന് ഗംഗാനദി ഒഴുകുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ ചന്ദ്രക്കല തിളങ്ങി. ആ തേജസ് കണ്ട് കണ്ണുതുറന്ന ഖരൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണു. ഖരന്റെ തപസ് കണ്ട ഭഗവാൻ സന്തോഷത്തോടെ ചോദിച്ചു, ഖരാ, നിനക്ക് എന്താണ് വേണ്ടത്? ഖരൻ വിനയത്തോടെ മറുപടി നൽകി, ഭഗവാനേ, എനിക്ക് അധികാരമോ സ്വർണമോ വേണ്ട. അങ്ങയുടെ ദിവ്യചൈതന്യം എപ്പോഴും എന്റെ കൂടെയുണ്ടാകണം. ലോകത്തിലെ ആളുകൾക്ക് അങ്ങയെ ആരാധിക്കാൻ ഒരു മാർഗം ഞാൻ സൃഷ്ടിക്കണം. ഭഗവാൻ സന്തോഷിച്ചു. അദ്ദേഹം തന്റെ പക്കലുണ്ടായിരുന്ന 3 ദിവ്യശിവലിംഗങ്ങൾ ഖരൻ നൽകി. ഇവ സാധാരണ ലിംഗങ്ങളല്ല, ഭഗവാൻ തന്നെ ആരാധിച്ചിരുന്ന അത്യന്തം പവിത്രമായ ലിംഗങ്ങൾ ആയിരുന്നു. അവ നൽകിക്കൊണ്ട് ഭഗവാൻ നിർദ്ദേശങ്ങൾ നൽകി, ഈ ലിംഗങ്ങൾ അതീവ ശക്തിയുള്ളവയാണ്. പ്രതിഷ്ഠിക്കുന്നതുവരെ നീ പൂർണ്ണമായ ശുദ്ധി പാലിക്കണം. ഒരു നിമിഷം പോലും ഇവ നിലത്തു വെക്കരുത്. എവിടെയാണോ നീ ആദ്യമായി ഇവ നിലത്തു വെക്കുന്നത് അവിടെ തന്നെ ഇവ ഉറച്ചുപോകും. അത് നിന്റെ യാത്രയുടെ അവസാനമായിരിക്കും. സൂര്യോദയത്തിന് മുമ്പ് യാത്ര ആരംഭിച്ച് പകൽ അവസാനിക്കുന്നതിന് മുമ്പ് ഇവ പ്രതിഷ്ഠിക്കണം. ഖരൻ ഭഗവാന്റെ വാക്കുകൾ ശിരസാവഹിച്ചു. വലതുകൈയിൽ ഒരു ലിംഗം, ഇടതുകൈയിൽ മറ്റൊന്ന്, മൂന്നാമത്തേത് വായിൽ. അദ്ദേഹം വായുമാർഗം യാത്ര തുടങ്ങി. യാത്ര അതീവ ദിവ്യമായിരുന്നു. ഓരോ ചുവടിലും അദ്ദേഹം നമഃശിവായ ജപിച്ചു. അവന്റെ ലക്ഷ്യം കേരളം ആയിരുന്നു. സഹ്യപർവ്വതം കടന്നപ്പോൾ പച്ചപ്പും കായലുകളും മണ്ണിന്റെ സുഗന്ധവും എല്ലാം അവന്റെ ഹൃദയത്തിൽ ആനന്ദം നിറച്ചു. യാത്രയുടെ ദീർഘതയും കൈകളിൽ കരുതിയിരുന്ന ലിംഗങ്ങളുടെ ദിവ്യഭാരവും ഖരനെ വല്ലാതെ തളർത്തി. താൻ നിൽക്കുന്ന സ്ഥലം അതീവ പവിത്രമാണെന്ന് ഖരൻ വ്യക്തമായി തോന്നി. ദാഹവും ക്ഷീണവും സഹിക്കാനാവാതെ വന്നപ്പോൾ ഒരു നിമിഷം വിശ്രമിക്കാനായി അവൻ ലിംഗങ്ങൾ താഴെ വെച്ചു. മനുഷ്യരൂപത്തിൽ അല്ല, ദൂതന്മാർക്കുള്ളതുപോലെ അമാനുഷിക വ്യാപ്തിയുള്ള രൂപത്തിൽ ആയിരുന്നു ഖരൻ സഞ്ചരിച്ചിരുന്നത്. അതിനാൽ അവന്റെ കൈകൾ, ശരീരം, ചുവടുകൾ എല്ലാം മനുഷ്യരുടെ അളവുകളിൽ കെട്ടിപ്പിടിക്കാനാവാത്തവിധം വ്യാപിച്ചിരുന്നു. വലതുകൈയിലേത് ഒരു ഭാഗത്ത്, ഇടതുകൈയിലേത് മറ്റൊരു ഭാഗത്ത്, വായിൽ പിടിച്ചിരുന്നത് മൂന്നാമത്തെ ഭാഗത്ത്. മനുഷ്യരുടെ കണക്കിൽ ഇവിടങ്ങൾ കിലോമീറ്ററുകൾ അകലെയായിരുന്നാലും ഖരന്റെ ദിവ്യരൂപത്തിന് അത് ചെറിയ അകലം മാത്രമായിരുന്നു. അവൻ അന്ന് വിശ്രമിച്ച ആ പവിത്രഭൂമിയാണ് ഇന്നത്തെ വൈക്കം ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം. അല്പനേരത്തെ വിശ്രമത്തിനുശേഷം ഖരൻ വീണ്ടും യാത്ര തുടരാനായി എഴുന്നേറ്റു. ആദ്യം വലതുകൈയിലെ ലിംഗം എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ ലിംഗം മണ്ണിൽ നിന്ന് ഒരു നിമിഷം പോലും അനക്കാൻ സാധിക്കുന്നില്ല. കൂടുതൽ ശക്തി പ്രയോഗിച്ചിട്ടും അതേ ഫലം തന്നെയായിരുന്നു. അവൻ ആശ്ചര്യത്തോടെ വായിൽ വെച്ചിരുന്ന ലിംഗം എടുക്കാൻ ശ്രമിച്ചു, അതും ഉറച്ചുപോയിരുന്നു. ഇടതുകൈയിലെ ലിംഗവും അതുപോലെ. അവൻ ഉടൻ മനസ്സിലാക്കി, ഇത് തന്റെ ശക്തിയുടെ പരിമിതിയല്ലെന്നും മഹാദേവന്റെ ഇഷ്ടമാണ് എന്നും. ഈ ഭൂമി തന്നെ ലിംഗങ്ങളെ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിയ ഖരന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ദൈവിക ഉത്തരവാദിത്തം പൂർത്തിയായതിന്റെ സന്തോഷവും മഹാദേവന്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ച അദ്ഭുതവും അവനെ ആനന്ദത്തിൽ ആറാടിച്ചു. ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. വലതുകൈയിൽ ഉണ്ടായിരുന്ന വിഗ്രഹം പൂജാവിധികളോടെ പ്രാണപ്രതിഷ്ഠ ചെയ്തു. അതാണ് ഇന്നത്തെ വൈക്കം ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ. പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഒരു ദിവ്യപ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ഭക്തി, സാന്നിധ്യം, ദൈവിക അനുഗ്രഹം എല്ലാം തന്നെ ആ ലിംഗത്തിലേക്ക് പ്രവഹിച്ചു.
അങ്ങനെ വലതുകൈയിലെ ശിവലിംഗം ദൈവിക ശക്തി നേടി. ഭക്തന്മാർക്ക് ഇനി അതിൽ ആരാധന നടത്താനും അനുഗ്രഹം അനുഭവിക്കാനും കഴിയും. അതുപോലെ തന്നെ വായിൽ വച്ചിരുന്ന ശിവലിംഗം കടുത്തുരുത്തിയിൽ പ്രതിഷ്ഠ ചെയ്തു. ശേഷം ഏറ്റുമാനൂരിലെ പ്രതിഷ്ഠ ആരംഭിച്ചു. അങ്ങനെ ഖരൻ തന്റെ കൈവശം ഉണ്ടായിരുന്ന അവസാനത്തെ ശിവലിംഗവും പൂർണ്ണഭക്തിയോടെ വിധിയാംവണ്ണം ഏറ്റുമാനൂരിൽ പ്രതിഷ്ഠിച്ചു. തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ സംതൃപ്തിയോടെ ഖരൻ ഭഗവാനെ സ്തുതിച്ചു. അടുത്ത വീഡിയോയിൽ ഏറ്റുമാനൂരിലെ പ്രതിഷ്ഠയ്ക്കുശേഷം എന്ത് സംഭവിച്ചു എന്നും അതിനു പിന്നാലെ ക്ഷേത്രത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളും ആചാരങ്ങളും വിശേഷങ്ങളും എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമോ എന്ന് ശ്രമിക്കൂ. ഉത്തരങ്ങൾ കമന്റിൽ എഴുതൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കമന്റിൽ ചോദിക്കാൻ മറക്കരുത്. ഖരൻ തപസ് ആരംഭിച്ചതിന്റെ പ്രധാന ഉദ്ദേശ്യം എന്തായിരുന്നു? അധികാരം നേടാൻ, സ്വർണം നേടാൻ, തന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ, ലോകം കീഴടക്കാൻ. തപസ്സിന്റെ അവസാനഘട്ടത്തിൽ ഖരൻ എന്ത് ഭക്ഷിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചത്? ഫലങ്ങൾ, ജലം, വായു, പാൽ. ഖരന്റെ ഭക്തി കണ്ട് ആരാണ് അത്ഭുതപ്പെട്ടത്? മനുഷ്യർ, അസുരന്മാർ, ദേവന്മാർ, ഋഷികൾ. ഭഗവാൻ ശിവൻ ഖരനോട് എന്താണ് ചോദിച്ചത്? നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? നീ എവിടേക്ക് പോകുന്നു? എന്തിനാണ് തപസ്? ഖരൻ ഭഗവാനോട് എന്താണ് അഭ്യർത്ഥിച്ചത്? സമ്പത്ത്, രാജ്യം, ഭഗവാന്റെ സാന്നിധ്യം, അമരത്വം. ഭഗവാൻ ഖരൻ എത്ര ശിവലിംഗങ്ങൾ നൽകി? 1, 2, 3, 4.